ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി നമ്മൾ വൈൽഡ് ലേക്ക് പോകണം. വൈൽഡ് ലേക്ക് എല്ലാവർക്കും ലേക്ക് ബ്ലഡിനെ പറ്റി അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ വൈൽഡ് ലേക്കിനെ പറ്റി അറിയാൻ പറ്റില്ല. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം പോയിട്ട് അവൻ റെക്കമെൻഡ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഇരിക്കുകയാണ്. ഓൾസ്റ്റോയിനെക്കാട് കയ്യിലുണ്ടല്ല, അപ്പോൾ എല്ലായിടത്തും പോവും. അതുകൊണ്ട് പോണേണ്. അപ്പോൾ ഒരു ബോണി അടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ബസ് എന്തോ 2:17 എന്തോ ഒരു ബസ്സുണ്ട് നേരെ. അടിപ്പൻ സ്ഥലം എന്ന് പറയുന്നുണ്ട്. പ്രകൃതി ഭംഗി കാണാൻ ആസ്വദിക്കാം. ബൈ. ഇതാണ് നമ്മുടെ ബസ്. ഇന്ത്യയിലോട്ട് പോണ വഴിയാണ് വൈൽഡിലേക്ക്. ഇതാണ് ബസ് കാർഡ്. ഇത് 35 രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓൾ സ്ലോവേനിയ ട്രെയിൻ ആക്സസും ബസ് ആക്സസും ഫ്രീ ആണ്. 35 രൂപ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാ സീറ്റും ഫുള്ളാണ്. നമ്മൾ സ്ഥലം നമ്മളെത്തി ഗൈസ്. വൈൽഡിലേക്ക് ഇത്തിരി നടക്കാനുണ്ടെന്ന് തോന്നണം ഇവിടെ. പക്ഷേ സ്ലോവേനിയ പൊതുവെ 60% കാടായിട്ട് ചുറ്റപ്പെട്ടതാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ കുറച്ച് ഇത് കാട്ടിത്തരാം ഗൈസ്. ഇത് കണ്ട, ഓ എൻ്റെ മോനെ, എന്തു ഭംഗിയാണിത്. ഒരു രക്ഷയില്ല ഗൈസ്. ഇത് വൈൽഡ് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്ലോവേനിയയിൽ. അധികം ആയിരിക്കും അറിഞ്ഞോട് ഈ സ്ഥലം. നടന്നു പോകുമ്പോ കാണുന്ന കാഴ്ചയാണിത്. ഇതേ പൊക്കത്ത് ചെമ്പരിയാടുകളാണ് ഗൈസ്, ആടുകള്. സ്ലോവേനിയ ശരിക്കും നമുക്ക് പ്രകൃതിയാൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. താറാവ് എവിടെ പോയാലും ഇവരെ കാണാം. എന്താ ഫിഷിങ് ആണോ ഡൗട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ കുറച്ചൊരു മീൻ പിടിക്കണ്ട്. നമുക്ക് അവിടെ ചെന്ന് ചെറുതായിട്ട് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ മീൻ, ഇവിടെ എങ്ങനെയാണ് ചൂണ്ടിടണേന്നൊക്കെ അവിടെ ഇടുന്നുണ്ട്. നമുക്കൊന്ന് പോയി നൈസായിട്ട് നോക്കാം. ഹലോ, ഓക്കെ, ഹൗ ആർ യു? വാട്ട്സ് യുവർ നെയിം? My name is Alio. Alio. Yes. Your name? Kaya. Kaya. And This is called fly fishing. fly fishing. Yeah. Yes, we our language say it's chunda. Uh-huh. Chunda. And what kind of fish do you catch? You know, it's kind of mean. Oh, I don't know the English names of Okay, this. okay, okay. In this river is trout. Trout means Trout, rainbow trout. rainbow trout. Yes. It means This is fish called. fish called. Yeah, rainbow trout. Oh, very nice. It's very beautiful place. It's similar like a salmon. It's very similar. Yeah. Salmon. Yeah, very similar, but it's not such a big size, you know. Okay. It's like half a meters max. Guys, നമ്മളിപ്പോൾ ജസ്റ്റ് ചൂണ്ടിടണ എങ്ങനെയാണ് നോക്കാൻ പോണേണ്. അപ്പോൾ ഇവര് പറയണത് ഇത് ഭയങ്കര തണുത്ത വെള്ളമാണ്, നമുക്ക് താങ്ങാൻ പറ്റൂലെന്നാ പറയണത്. എന്നാലും നമ്മൾ ഇറങ്ങി നോക്കാൻ പോണേണ്. ഓ yes. It's like 10 degrees. Oh. 10 degrees, man. And how to catch the fish? Yeah. Very beautiful here in Idria. Indria. We are in Idria. Idria. Idria, yeah. Ah. I am from India. India? Yes. Which town? Southern part. Oh. You know India? Yeah, I know. You know anything India? Yeah, anything. You have very good colors. Yes. Wild colors. Cinnamon. Cinnamon, yes. Yes, very good. And Spices. spices. Yes. Spices. Curry. Curry. You like chicken curry? Yes. 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 My house every day mean curry, chicken curry. In Slovenia, every dinner is rice and chicken curry. More. Yes. These are baits. Baits. Oh. You can see? This is different types of baits. Yeah, this is like a fly. Fly. Represent fly. Oh, fly. You see? It's very similar to. This is catch different fishes in different. Yeah. Oh, very nice. See? How much in Slovenia this? This one is 2 euros. One. One. Yeah. This is your collection. Yeah. Oh, very nice.
It's your passion. Yeah, this is my passion. Yeah. Oh, and this Yeah. this also, big one. Yeah, also. You Which can- fish catches to use? Also here, also. Also. The same. Oh, you know the fishes names of fishes. What? Fishes names. Yeah, I told you. Uh, You can write on the Google trout. 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 You can catch the tuna. Tuna, not here. Not here. In the sea. Big fish. Trout is big fish. No, it's like 50 centimeters. Oh, it's not big. No. എല്ലാ സാധനവും എടുത്തിട്ടാണ് വന്നേക്കണത്. Your food. സ്നാക്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് വന്നേക്കണത്. മീനെടുക്കാനുള്ള ഇതൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അവിടെ ആ സൈഡിലൊരു ഫാമിലി വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്. സെറ്റാണ്. We say posteru. Posteru. Posteru in Slovenian. Posteru. Trout is the fish. Oh, it's big fish. Yes. Oh. What else, Aljo? She will show me. This is guys, ഇതിനെ പറയണത് റെയിൻബോ ട്രൗട്ട് എന്നാണ് ആ മീനെ പറയണത്. ഞാൻ മലയാളം എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഗ്രീൻ പച്ച കളർ വെള്ളം. ഒരു രക്ഷയില്ല. ഓ തണുപ്പ് രക്ഷയില്ല. ഞാനൊരു ഇതിന് ഇറങ്ങിയതാണ്, കുറച്ച് ഇറങ്ങിയുള്ളൂ. ഫ്രീസറിൽ ഇറങ്ങിയൊരു ഫീലാണ്. ഒരു രക്ഷയില്ല. ഇതെല്ലാം ശരിക്കും നമ്മൾ കാണാൻ വന്ന സ്ഥലം വഴിയിൽ വെച്ച് ഇവരെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവരോട് വർത്തമാനം പറഞ്ഞുള്ളൂ. നമുക്കൊരു മീനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എങ്ങാനും ഒരു മീനെ കിട്ടിയാലാ. Yes, the fishing season, and today is what, 4th of April. It's still soon. Soon. For fishes to wake up and be hungry. I don't know. അടിയോ Adios. Ciao. ഗൈസ്, അവിടുത്തെ പരിപാടി ഗൈസ്. നമ്മൾ അവരോട് സംസാരിച്ച് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ നടക്കുകയാണ്. സ്ഥലം ശരിക്കും ഇതല്ല, ഞാൻ ഇവരെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങാട് പോകുന്നതാണ്. വേറൊരു സംഭവം കണ്ടിട്ടുണ്ട് ഗൈസ്, ഒരു പാലം. ഗൈസ് നമ്മൾ പാലത്തിൽ കൂടി നടക്കാൻ പോകണേണ്. ഒരടിപ്പം പാലം കണ്ട് അടുത്ത് തന്നെ നമ്മൾ കാട്ടിത്തരാന്ന് ചോദിച്ചു. ഓ രക്ഷയില്ല ഗൈസ്. പാലമൊക്കെ ഉണ്ട്, ചെറുതായിട്ട് തൂക്കുപാലമാണ്. ഓ വ്യൂ കണ്ടേ. നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേര് അവിടെ ഇതാവുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്. സോലോ ഒരു രക്ഷയില്ല. ഞാൻ വെള്ളം ആക്രാന്തം കൊണ്ട് ചാടി കൊടുക്കത്താണ്. ഇപ്പം നല്ല ഇളക്കമുണ്ട് ഗൈസ് പാലത്തിന്. ഓ അപ്പൊ പാലത്തിൽ നിന്ന് ഇറങ്ങി ഗൈസ് നമ്മൾ അങ്ങോട്ട് നടക്കാണ്. വൈൽഡ് ലേക്ക്. അതന്നെ വൈൽഡ് ലേക്കിലോട്ട് നമ്മൾ നടക്കാണ്. അടിപ്പൻ സ്ഥലമാണ് ഗൈസ്, സ്ലോവേനിയ. അതേ ഗൈസ് നമ്മുടെ സ്വിഫ്റ്റ് കണ്ടപ്പോൾ നോക്കിയതാണ്. ഇവിടെ സ്വിഫ്റ്റൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. ഇതേ ഗൈസ് സ്വിഫ്റ്റ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ കൊടൈക്കനാൽ. എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ കൊടൈക്കനാലൊക്കെ ഓർമ്മ ഉണ്ട്. പക്ഷെ നല്ല സൈലന്റ് പ്ലേസ് ആണ് ഗൈസ്. അടുത്ത തൂക്കുപാലം. നമ്മൾ ഇവിടെ നിന്ന് നടന്നിങ്ങനെ എത്തിയപ്പോൾ അടുത്ത തൂക്കുപാലം കണ്ട്. ഇവിടെ കുറേ തൂക്കുപാലം കണ്ട് അപ്പുറത്തെ കൂടെ കുറേ പേര് നടന്നൊക്കെ പോകുന്നുണ്ട് ഗൈസ്. കാടാണ് ഗൈസ്, കാട്. ഇത്ര സാധനങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. പട്ടിയാണ് പുലിയാണ് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. തീ, സൈക്കിളിങ്ങനെ പൊന്തിച്ച് പോകാൻ പറ്റില്ല, വേസ്റ്റ് എന്തൊക്കെയോ കാറ്റിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും പറ്റില്ല ഇവിടെ. നമ്മളങ്ങനെ വേറൊരു സ്ഥലത്തെത്തി. ഇതാണെന്ന് തോന്നുന്നു വൈൽഡ് ലേക്ക്. ഈ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ ആ സ്ഥലം കാണാന്നാണ് അവർ പറയണത്. അവിടെയും ഒരു തൂക്കുപാലം ഉണ്ട് ഗൈസ്. ഹിഡൻ പ്ലേസ് ആണ് സ്ലോവേനിയയിൽ തന്നെ. സൂപ്പർ സ്ഥലമാണ്. ഓ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരു സീക്രട്ട് പ്ലേസ് ആണ് ഗൈസ്. സ്ലോവേനിയയിൽ തന്നെ ഒരു സീക്രട്ട് പ്ലേസ് ആണ്. അടിപ്പൻ സ്ഥലം ഗൈസ്, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അവിടെ ആരൊക്കെ വന്നിരിപ്പുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. വൈൽഡ് ലേക്ക്. ഒരു ചെറിയ കപ്പിൾസ് ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. ഐ എം ഫ്രം ഇന്ത്യ. You are here you are living here? We are from a whole different area of Slovenia, north. North. We came here because we study in Ljubljana and Where? a 1-hour trip, so we. I am studying Ljubljana. Also, yeah. Yes. And I am student of Maribor University. Ah, okay. What do you study? I am studying tourism. Tourism. Ah, okay.
ഓ ഗൈസ് ഒരു രക്ഷയില്ലാത്ത How പ്ലേസ് did ആണ്. you find it? It's a little bit hidden. My friend, the last month my friend is came there, this place. Ah, okay. But this is very beautiful place. ഗൈസ് ഒരു രക്ഷയില്ല, അമ്മാതിരി സ്ഥലം. സ്ലൊവേനിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും നോക്കണം. ഇവിടെ ഇവിടെ നമ്മുടെ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു, പിക്നിക്കിന് വന്നിരിക്കുകയെന്ന് തോന്നുന്നു. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ വ്യൂ കുറച്ച് നേരം വന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. കുളിക്കാൻ തോന്നുന്നു, പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുളിക്കാത്തത്. കാട്ടിൻ്റെ അകത്ത് ഒളിഞ്ഞ് കിടക്കണ ഒരു ഹിഡൻ പ്ലേസ് ആണ് ഗൈസ് ഇത്. ഹിഡൻ പ്ലേസ് സ്ലൊവേനിയയിൽ ആർക്കും അങ്ങനെ ഈ പ്ലേസ് അറിഞ്ഞുകൂടാ. സ്ലൊവേനിയയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നം ഇത്തിരി നേരം നമുക്ക് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കേവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് അവിടെയും പോയി നോക്കാം. പക്ഷെ അടിപ്പം പ്ലേസ് ആണ് ഗൈസ്, എന്തായാലും വന്ന് കാണണം. സമ്മറിൽ ഇവിടെ ഹോട്ട് സ്പ്രിങ് ഉണ്ടാവും എന്നാണ് പറയണത്, സമ്മർ ടൈമിൽ. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇപ്പം നല്ല തണുപ്പാണ് വെള്ളത്തിൽ, അടിപ്പൻ സ്ഥലം ഗൈസ്, ഒരു രക്ഷയില്ല. എന്തായാലും വന്നം. ഞാൻ വന്നത് പറയാം, ഒറ്റക്കാണ് വന്നത്, വെറുതെ പോയില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റി ഗൈസ്. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, അത്ര ശരിയൊന്നുമല്ല, കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് വെച്ചാലും കമ്പയർ ചെയ്ത് എനിക്ക് ഇംഗ്ലീഷ് അധികം അറിയത്തില്ല, പഠിച്ചു തന്നുള്ളൂ. അപ്പം മൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ബൈ ബൈ, ടാറ്റ.